അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധവും പരിശുദ്ധമായ ഖുർആനിന്റെ പഠനവും കേൾവിയും മന്നവുമെല്ലാം സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു വലിയൊരു ചരിത്രത്തിന്റെ തുടക്കമാണ്. അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനത്തിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ബനൂ ഇസ്രാഈലിൽ നടന്ന ഒരു സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗുണപാഠമെന്നോണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ ഈ സംഭവം ഇതേ നിലയിലല്ലെങ്കിലും ബൈബിളിലും ഈ സംഭവം വിവരിക്കപ്പെടുന്നു. ബൈബിളിൽ ശംവീൽ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ കുറേയേറെ വചനങ്ങൾ ഈ സംഭവത്തെ വിവരിക്കപ്പെടുന്നു. അപ്പോ 2 വേദഗ്രന്ഥങ്ങളിലും ഈ ചരിത്ര സംഭവത്തിന്റെ സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുമല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു 2 പ്രവാചകന്മാര് കഴിഞ്ഞ് വന്ന ദുൽകിഫിൽ പ്രവാചകൻ എന്ന് നമ്മൾ കേട്ടായിരുന്നു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു പ്രവാചകനാണ് ശംവീൽ. ബൈബിളിൽ ശമൂവേൽ എന്നാണ് പറയുന്നത്. ശമൂവേൽ, ഈ പ്രവാചകനെ പറ്റി ബൈബിളിലും ചർച്ച ചെയ്യുന്നുണ്ട്. ശംവീൽ പ്രവാചകൻ, അദ്ദേഹം വയോവൃദ്ധനായി ബനൂ ഇസ്രാഈലിലെ പ്രമാണിവർഗം, രാജാക്കന്മാരും സമ്പന്നന്മാരും കുബേരന്മാരും ഒക്കെയുള്ള വലിയൊരു സമൂഹം പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വയോവൃദ്ധനായി ഞങ്ങളെ അടിമകളാക്കാനും ഞങ്ങളുടെ മേൽ കൈകാര്യകർത്താക്കളാകാനും ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ ഞങ്ങളുടെ നാടുകളിൽ നിന്ന് പുറത്താക്കാനും ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനും ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനും ഒക്കെയായി ചില ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. നിങ്ങളാകട്ടെ വയോവൃദ്ധനുമായി, പടുവൃദ്ധനായി, നിങ്ങൾക്കിത് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു രാജാവിനെ നിങ്ങൾ നിശ്ചയിച്ചു തരും. ആ രാജാവ് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് വിജയം വരിക്കാം എന്ന് പ്രവാചകനോട് വന്നിട്ട്, ശംവീൽ പ്രവാചകനോട് വന്നിട്ട് ബനൂ ഇസ്രാഈലിലെ ഈ മുതലാളി വർഗം, സമ്പന്ന വർഗം ആവശ്യപ്പെട്ടു. ഇത്രമേ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പക്ഷേ ഇതിനൊരു മറ്റൊരു തലം ബൈബിളിൽ ചർച്ച ചെയ്യുന്നു. അതായത്, ഒന്ന്, അവര് ആവശ്യപ്പെട്ടത് ഒരു രാജാവിനെയാണ്. ശേഷം ഒരു പ്രവാചകനെ അല്ല ആവശ്യപ്പെട്ടത്, ഒരു രാജാവിനെയാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ രാജാവിനെ ആവശ്യപ്പെട്ടപ്പോ യഹോവയ്ക്ക്, അഥവാ അവര് ദൈവം എന്ന് വിളിക്കപ്പെടുന്ന യഹോവയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം പ്രവാചകനിലൂടെ യഹോവയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അത് മനസ്സിലാക്കാത്ത ഈ വിഡ്ഢികളായ ആളുകൾ യഹോവയുടെ കഴിവുകേടിനെയാണ് അവരിവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കിയ ശംവീൽ പ്രവാചകൻ യഹോവയോട് തന്നെ, ദൈവത്തിനോട് തന്നെ ഇപ്രകാരം അരുളുകയും ചെയ്തു. ഇവർ അറിവില്ലാത്തതിന്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. പക്ഷേ യഹോവ പ്രവാചകനോട് പറഞ്ഞത്, ശംവീൽ
പ്രവാചകനോട് പറഞ്ഞത്, അവർ പറയുന്നത് അതേപടി അനുസരിക്കുക. പക്ഷേ ഒരു രാജാവ് അവരുടെ അടുക്കലേക്ക് വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതൊന്നും ഖുർആൻ ചർച്ച ചെയ്യുന്നില്ല. പുതിയൊരു രാജാവ് അവരുടെ അധികാരമേറ്റെടുത്ത് അവരുടെ അടുക്കലേക്ക് വരുമ്പോ അവരിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് ശംബീൽ പ്രവാചകനോട് യഹോവ കൽപ്പിച്ചു. എന്താണ് പ്രശ്നങ്ങൾ? ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയപ്പെടുന്നത്, പ്രമാണിമാരായ നിങ്ങളുടെ മക്കളെ ആ രാജാവ് അടിമകളായി. രാജാവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായതൊന്നും ആ മക്കൾ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. രാജാവിന്റെ സേവകരാക്കി മാറ്റി. മാത്രമല്ല, രാജാവിന് ഏക്കർ കണക്കിന് കൃഷിയിടമുണ്ടാകും. നിങ്ങളുടെ കാലികളെയും നിങ്ങളുടെ ജനങ്ങളെയും ആ കൃഷിയിടങ്ങളിൽ, തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കും. മാത്രമല്ല, നിങ്ങളുടെ ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് 10 വീതം ആടുകളെ നിങ്ങൾ രാജാവിന് കപ്പം കൊടുക്കണം. അതുമാത്രമല്ല, നിങ്ങളുടെ കൃഷിയിടങ്ങളെയും നിങ്ങളുടെ തോട്ടങ്ങളെയും അദ്ദേഹം കവർന്നിടും. രാജാവ് കവർന്നിടും. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ സഹധർമ്മിണികളും നിങ്ങളുടെ പെൺമക്കളും രാജാവിന്റെ അടുക്കള ജോലിക്കാരായി മാറും. രാജാവിന്റെ രാജകൊട്ടാരം അടിച്ചു വൃത്തിയാക്കുകയും അടുക്കളയിൽ പാചകം ചെയ്യുന്നവരായി മാറും. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല. മാത്രമല്ല, നിങ്ങൾക്ക് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അധികാരവും ഉണ്ടാവുകയില്ല. ആ അധികാരം മുഴുവനും രാജാവിന്റെ കൈകളിലേക്ക് പോകും. ഇത് നിങ്ങൾ തീരുമാനിക്കും. 11 കാര്യങ്ങളാണ് പറഞ്ഞത്. ബൈബിളിൽ അത് ചർച്ച ചെയ്യുന്നത് 11 കാര്യങ്ങൾ. ഇനി നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾക്ക് രാജാവ് വേണോ അതോ യഹോവ വേണോ അതോ ഈ പ്രവാചകൻ വേണോ, നിങ്ങൾ തീരുമാനിക്കും എന്ന് പറയാൻ വേണ്ടി യഹോവ ശംബീൽ പ്രവാചകരോട് പറഞ്ഞു എന്നാണ്. പക്ഷേ എന്നിട്ടും അവർ നിന്നില്ല, അവരടങ്ങിയില്ല. അവര് രാജാവ് വേണം എന്ന ആവശ്യത്തിൽ തന്നെ പിടിച്ചു നിന്നു. അവര് പിടിച്ചു. ആ ഭാഗമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അല്ലാഹു പറയുന്നു, അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീൽ. ഓ നബിയെ, അങ്ങ് ശ്രദ്ധിക്കുന്നില്ലേ? താങ്കൾ അറിഞ്ഞുവോ? ബനൂ ഇസ്രായീലിലെ ഏറ്റവും സമ്പന്നരായ പ്രമാണിമാരുടെ ഒരു കാര്യം, അവരുടെ ഒരു കാര്യം നബി അറിഞ്ഞോ? ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈസാ നബിയുടെ വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. നബിയെ, നിങ്ങൾ അറിഞ്ഞോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം ബനൂ ഇസ്രായീലിലെ പ്രമാണിമാരുടെ ഇടയിൽ നടന്ന ഒരു സംഭവം. എന്താണ് സംഭവം? അന്ന് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ശംബീൽ പ്രവാചകനോട് അവർ ആവശ്യപ്പെട്ടു. എന്താവശ്യപ്പെട്ടത്? ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരണം. അവരുദ്ദേശിച്ചത് എന്താണ്? അവരിൽ തന്നെ രാജാക്കന്മാരുണ്ട്, അവരിൽ തന്നെ പ്രമാണിമാരുണ്ട്, അവരിൽ തന്നെ യോദ്ധാക്കളുണ്ട്. പക്ഷേ അടുത്ത ആയത്തിൽ വരുന്നുണ്ട്, അവരത് പ്രതീക്ഷിച്ചില്ല. അവരാവശ്യപ്പെട്ടത് ഞങ്ങളിൽ ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണം എന്ന് അവർ ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് രാജാവിനെ നിശ്ചയിച്ചു തരുന്നത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരണം. അഥവാ ബനൂ ഇസ്രായീലിലെ മറ്റൊരു വിഭാഗമാണ് അമാലിക്ക എന്ന് പറയപ്പെടുന്ന വിഭാഗം. ആ അമാലിക്ക എന്ന് പറയപ്പെടുന്ന വിഭാഗം ഈ മേലാളന്മാരെ ഭരിക്കുകയും ഈ മേലാളന്മാരോട് ശത്രുത പുലർത്തുകയും
ഈ മേലാളന്മാരെ അവരുടെ യുദ്ധം ചെയ്യുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവരാവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയോഗിച്ചു തരണം. എന്താ പറഞ്ഞത്? ശംബീൽ പ്രവാചകൻ പറഞ്ഞുവത്രേ, قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا. യുദ്ധത്തിന് പടനയിക്കാൻ ഞങ്ങൾക്കൊരു നേതാവിനെ, ഞങ്ങൾക്കൊരു രാജാവിനെ നൽകണം എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിനെ നിശ്ചയിക്കുകയും അഥവാ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നുള്ള കൽപ്പന നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെങ്ങാനും പിന്തിരിഞ്ഞു പോകുമോ? ഹൽ അസൈതും, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാതെ നിങ്ങളെ മടി കാണിച്ച് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുമോ? ഉടനെ അവർ ചോദിച്ചു, ഖാലൂ വമാ ലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞങ്ങൾ എങ്ങനെ പൊരുതാതിരിക്കും? ഞങ്ങൾ എങ്ങനെ പൊരുതാതിരിക്കും പ്രവാചകരെ? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ, ഈ അമാലിക രാജ്യക്കാർ, ഈ വിഭാഗക്കാർ ഞങ്ങളുടെ നാടുകളിൽ നിന്ന് തുരത്തുകയാണ്, ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളിൽ നിന്നും അകറ്റുകയാണ്, ആട്ടിപ്പുറത്താക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിൽ നിന്നും ഞങ്ങളെ ആട്ടിപ്പുറത്താക്കിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും? ഇതാണ് അവർ ന്യായം പറഞ്ഞത്. പ്രവാചകൻ ചോദിക്കുന്നു, യുദ്ധമെങ്ങാനും നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുമോ? നിങ്ങൾ എതിര് പ്രവർത്തിക്കുമോ? നിങ്ങൾ യുദ്ധം നടത്തൂലേ, ചെയ്യൂലേ? അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. എന്ത് ന്യായമാണ് ഞങ്ങൾക്കുള്ളത്? അവർ ഞങ്ങളുടെ വീട്ടിൽ നാട്ടിൽ പുറത്താക്കുകയാണ്, ഞങ്ങളുടെ മക്കളെ ഞങ്ങളിൽ നിന്ന് വേർപിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരിക്കെ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും? പക്ഷേ അല്ലാഹു പറയുകയാണ്, ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാൽ, ഈ ബനൂ ഇസ്രായേലിയർക്ക് യുദ്ധം അല്ലാഹു തആല നിർബന്ധമാക്കിയപ്പോ, അല്ലാഹു അവർക്ക് നിശ്ചയിച്ചു നൽകിയപ്പോ അവരെന്താ ചെയ്തത്? തവല്ലൗ, അവര് പിന്തിരിഞ്ഞു കളഞ്ഞു. പേടിച്ചു ഭയന്നവര് പിന്തിരിഞ്ഞു കളഞ്ഞു. ഇല്ലാ ഖലീലം മിൻഹും, അവരിൽ കുറച്ച് ആളുകൾ, കുറച്ചുപേരെ ധൈര്യം കാണിച്ച് ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചുള്ളൂ. ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകളും പിന്തിരിഞ്ഞു കളഞ്ഞു. പ്രവാചകൻ ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ, അവരുടെ നബി ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. അവർ കുറച്ചാളുകൾ പിന്തിരിഞ്ഞു കളഞ്ഞു, കുറച്ചാളുകൾ അതിലേക്ക് പോവുകയും ചെയ്തു. അല്ലാഹു പറയുകയാണ്, വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അക്രമി കൂട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് അറിയുന്നവനാണ്. അവിടെ വെച്ച് തുടങ്ങുകയാണ് ഇവരുടെ പരീക്ഷ. അവിടെ വെച്ച് ഈ പ്രമാണി കൂട്ടങ്ങൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം തുടങ്ങുകയാണ്. എന്താണ് പരീക്ഷണം? തൊട്ടടുത്ത ആയത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ രാജാവിനെ നിശ്ചയിച്ചൊന്നും കൊടുത്തില്ല. രാജാവിന് ഈ ആയത്തിൽ പറയപ്പെട്ടിട്ടില്ല. രാജാവിനെ അവർ ആവശ്യപ്പെട്ടു. പക്ഷെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു രാജാവിനെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. അവരിൽപ്പെട്ടയാളല്ല. അവരിൽ പല ആളുകളും രാജാധികാരം കൊതിച്ചിരുന്നു. കാരണം അവരിൽ രാജാക്കന്മാരുണ്ട് ആ കൂട്ടത്തിൽ. അതിലൊരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പോലും തിരഞ്ഞെടുക്കാതെ പുറത്തു നിന്ന് ഒരു രാജാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തവർക്ക് നൽകിയാണ്. അത് ആ സംഭവമാണ് അടുത്ത ആയത്തിൽ പറയപ്പെടുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം ഈ ബനൂ ഇസ്രായേലിയരുടെ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഈ ചരിത്രത്തെ പറഞ്ഞു കൊടുക്കുമ്പോ
അള്ളാഹുവിന്റെ ഈ ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ വന്നു കഴിഞ്ഞാൽ അതിൽ പുറത്തേക്ക് നിൽക്കാൻ കഴിയുകയില്ല, അതിനെ മാറി നിൽക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ ഏത് കൽപ്പനകളും, അത് ഇഷ്ടകരമാകട്ടെ അനിഷ്ടകരമാകട്ടെ, ഏത് കൽപ്പനകളും അത് അനുസരിക്കാൻ ഉമ്മത്ത് ബാധ്യസ്ഥരാണ്. അങ്ങനെ അനുസരിക്കാതെ മാറി നിന്നാൽ അതിന്റെ അപകടം വളരെ വലുതാണ് എന്ന് ചരിത്രത്തിലൂടെ പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ചരിത്രം പറഞ്ഞു പോവുകയാണ്. ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മളെ പാഠം പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തോന്നിക്കാൻ നൽകിയാണ് ഗ്രഹിക്കുമാറാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസാ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ഇബ്അഥ് ലനാ മലികൻ നുഖാതിൽ في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.